ഹായ് ഹലോ ഗൈസ്, എന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. അച്ഛനും അമ്മയുടെയും 30ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. സാധാരണ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ 4 ആളിൽ ഒതുങ്ങിക്കൂടുന്ന ഒന്നാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കണ്ണനുമുണ്ട്. വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ സ്പെഷ്യൽ അതിഥികളായിട്ട് വരാറുള്ളത് എൻ്റെ മാമന്മാരായിരിക്കും കേട്ടോ. ചിലപ്പോൾ 3 ആളും ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളൊക്കെ ആയിട്ട് വരാറുണ്ട് കേട്ടോ. അത്രമാത്രമാണ് നമ്മളുടെ വെഡിങ് ആനിവേഴ്സറി വിശേഷങ്ങൾ ഉണ്ടാവാറ്. നമ്മളുടെ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ ഇങ്ങനെ വെള്ളത്തിലിട്ടിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് മാങ്ങയൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് എൻ്റെ കൂട്ടുകാരി കൊണ്ടുവന്ന മാങ്ങ ഞാനിങ്ങനെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ പ്ലിയൂര് മാങ്ങ, അതിനെ വേറെന്തോ പേരുണ്ട്, എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ആ മാങ്ങയാണിത്, പച്ചയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് മാങ്ങച്ചാറ് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് പണികളുണ്ട്. നമുക്ക് മാക്സിമം വീഡിയോ കവർ ചെയ്യാൻ പറ്റണം അത്ര ഞാൻ കവർ ചെയ്യാം കേട്ടോ. ഈ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ കുറേ പ്ലാനൊക്കെ ചെയ്തു കേട്ടോ. പുറത്ത് പോയി ഏതെങ്കിലും ഓഫനേജിലോ അല്ലെങ്കിൽ ഓൾട്ടേജ് ഹോമിലൊക്കെ പോയിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാമെന്നൊക്കെ ആദ്യം വിചാരിച്ചു. പിന്നെ ആലോചിച്ചു അത് ഒരുവിധം എല്ലാവരും അങ്ങനെ ഒരു ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഫുഡിന് വലിയ ക്ഷാമം. അപ്പോൾ കരുതി ഫുഡിന് വേണ്ടി അലഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഒരു നേരത്തെ ഫുഡ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരെ തേടിപ്പിടിച്ച് ഒരു 30 പൊതി ഊണ് കൊടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചു കേട്ടോ. അതും വലിയ ആർഭാടങ്ങളുള്ള ഊണൊന്നുമല്ല, ഒരു 6 തരം കറികളും കാര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു ചെറിയ ഊണാണ്. പക്ഷേ അത് അവർക്ക് വലിയൊരു ആശ്വാസമാവുമെന്ന് തോന്നിയിട്ടോ. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഏകദേശം ഇതെല്ലാം ചെയ്ത് അർഹതപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ ഇതെത്തിക്കണം എന്നായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം. മാർച്ച് മാസം എന്ന് വെച്ചാൽ ചൂട് ഉച്ചയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറിൻ്റെ ഒപ്പം ഒരു കുപ്പി വെള്ളം കൂടി കൊടുക്കണമെന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നതാട്ടോ. ഓരോ കറിക്ക് വേണ്ട സാധനങ്ങൾ ഓരോന്നായിട്ട് അമ്മ അരിഞ്ഞു തന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരുന്നു. ആദ്യം ഞാൻ കരുതിയത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്നായിരുന്നു കേട്ടോ. അതാവുമ്പോൾ പാക്ക് ചെയ്യാൻ എളുപ്പമാണ്, കൊടുക്കുന്ന ആൾക്കാർക്കായാലും കഴിക്കാനും എളുപ്പമുള്ളൊരു സംഭവമാണ് ചിക്കൻ ബിരിയാണി. പിന്നെ ഞാൻ ആലോചിച്ചു, എല്ലാ ആളുകളും നോൺ വെജ് കഴിക്കണമെന്നില്ലല്ലോ. നമ്മളൊരു ഭക്ഷണം ഒരാൾക്ക് വെച്ച് നീട്ടുമ്പോൾ അത് അവർ അത്ര ആഗ്രഹത്തോടു കൂടിയായിരിക്കും അത് വാങ്ങുന്നത്. പക്ഷെ അത് നോൺ വെജ് ആണെന്ന് അറിഞ്ഞാൽ ഒരു പക്ഷേ അത് മടക്കി തിരിച്ചു തരുന്ന ഒരു അവസ്ഥ വന്നാൽ അത് എനിക്കും വിഷമമാണ്, അത് ആഗ്രഹിച്ച അവർക്കും അതൊരു വിഷമമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വെജ് ഓപ്ഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നത്. അതാവുമ്പോൾ എല്ലാവരും കഴിച്ചോളൂ. വലിയ ആർഭാടങ്ങളില്ലാതെ ഒരാളുടെ വിശപ്പ് മാറ്റാൻ പറ്റിയ ഒരു ഊണ് അത്രയും നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ കേട്ടോ. അച്ചാറ്, പൈനാപ്പിൾ പച്ചടി, ചെറിയൊരു ഇഞ്ചിക്കറി, കാബേജ് തോരൻ, സാമ്പാർ, പപ്പടം, ഇത്രയും വിഭവങ്ങളാണ് കേട്ടോ നമ്മുടെ ഊണിൽ. ഇത് 2025 വീഡിയോ ആണ് കേട്ടോ. അതായത് കഴിഞ്ഞ കൊല്ലത്ത് എൻ്റെ അമ്മയും അച്ഛനും കഴിഞ്ഞ കൊല്ലമാണ് 30ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിരുന്നത്. അന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അന്ന് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം കിട്ടിയത്. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അജിതാൻറ്റി വന്നിരുന്നു കേട്ടോ. അജിതാൻറ്റി നമ്മളെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ആദ്യത്തെ ആൾ ആൻറ്റിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് ആൻറ്റി ഉള്ളത്. അങ്ങനെ ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റി കേട്ടോ. ഇനി അടുത്തത് പാക്കിംഗ് ആണുള്ളത്. അതിന് ആൻറ്റി ഉണ്ട്. പിന്നെ കടയിൽ വരുന്ന കുറച്ച് പിള്ളേർ നമ്മളെ സഹായിച്ചിരുന്നു കേട്ടോ. അച്ഛന് തൊട്ടടുത്ത് കടയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ടം പോലെ കുട്ടികൾ വരാറുണ്ട്. അവർ നമ്മളെ സഹായിച്ചിരുന്നു. ഇനി അടുത്ത ലക്ഷ്യം ആർക്ക് എവിടെ എങ്ങനെ കൊടുക്കണം എന്നുള്ളതായിരുന്നു. അതിനും എനിക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നു. ആ സമയത്താണെങ്കിൽ NHൻ്റെ പണികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ അവിടെ ഇങ്ങനെ ടെൻ്റൊക്കെ വെച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ലക്ഷ്യം വെച്ചത് അവർക്ക് തന്നെയായിരുന്നു. ഞാനും എൻ്റെ അനിയനും ഒരുമിച്ച് പോകാമെന്ന് കേട്ടോ വിചാരിച്ചത്. പക്ഷെ ആ ഒരു സമയത്ത് അവന് ചെറിയൊരു ആവശ്യം വന്നത് കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകേണ്ട വന്നു. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു കോളനി ഉണ്ട് കേട്ടോ. അവിടെ കാലിന് വയ്യാത്തവരും ഈ ക്യാൻസർ ബാധിച്ചവരും അതുപോലെ ആരോഗ്യമില്ലാത്ത ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞിട്ട് ആദ്യം ഞാൻ പോയത് അവിടെ. മെമ്പറിൻ്റെ മോള് നമുക്ക് വഴി കാണിച്ചു തരുന്നുണ്ട്. ആൾ പഞ്ചായത്തിൽ നിന്ന് വരാത്തതുകൊണ്ട് തന്നെ ആളുടെ മോള് നമുക്ക് വഴി കാണിച്ചു തരുന്നതാണ്. ഇവിടെ ഒരു ചെറിയൊരു കോളനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത് കേട്ടോ. മാക്സിമം ഞാൻ ആരുടെയും മുഖം കാണിക്കാൻ ശ്രമിക്കുന്നില്ല കേട്ടോ. അത് എൻ്റെ വ്യക്തിപരമായ ഒരു അവസാനിച്ചത് ചെറിയൊരു കണ്ണീരോട് കൂടിയാണ് കേട്ടോ. കാരണം നമ്മൾ കൊണ്ടുപോയ 30 ഊണും തീർന്നു. അത് മാത്രമല്ല ഇനി അവിടെ ആൾക്കാർ ഭക്ഷണം കഴിക്കാത്തവരുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവരുടെ വിശപ്പകറ്റാതെ പോരാനും തോന്നിയില്ല കേട്ടോ. അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. നമ്മളാകെ കവർ ചെയ്തത് ചന്ദ്രാപിനി, 3 പീടിക, തൃപ്രയാറ്, കാളമുറി ആയിരുന്നു. അവിടെ തന്നെ ഇത്രയും ആൾക്കാർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ മുഖാന്തരം മറ്റൊരാൾക്ക് ഇതുപോലെ ചെയ്യാനൊരു പ്രചോദനം ഉണ്ടായാൽ, ഒരു വയറ് നിറഞ്ഞാൽ അതെനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് കേട്ടോ.